കടങ്ങൾ മാറാനും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുമുള്ള മാനിഫെസ്റ്റേഷൻ വീഡിയോയുടെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബേ ലീഫ് മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ടാണ്. ബേ ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയണ ഇല അല്ലെങ്കിൽ കറുവപ്പട്ട ഇല. ഇത്തരത്തിലുള്ള ഒരു ഇലയാണ് നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി വേണ്ടത്. അതുപോലെ തന്നെ ഒരു ചുമന്ന മഷിയുള്ള പേനയും വേണം. അതിനുശേഷം ഈ വയണ ഇലയിലേക്ക് എത്ര എമൗണ്ട് ഓഫ് മണിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് എഴുതുക. അതായത് എപ്പോഴും തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, വലിയൊരു എമൗണ്ട് നിങ്ങൾ എഴുതുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അത് മാനിഫെസ്റ്റേഷൻ ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പോൾ കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഊർജം കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ കൂടുതൽ പവർഫുള്ളായി മാറും. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് എഴുതാം. എന്തായാലും ഒരു എമൗണ്ട് കൃത്യമായി എഴുതുക. അതായത് ഇത്ര എമൗണ്ട് എനിക്ക് കിട്ടി എന്ന് ആ ഒരു ഇലയിൽ എഴുതുക. ചുമന്ന മഷിപ്പേന കൊണ്ട് തന്നെ എഴുതണം. എഴുതിയ ശേഷം ഈ ഇല നിങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് ധ്യാനത്തിൽ വേണം ഇരിക്കാൻ. ഈ സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം. എല്ലാവർക്കും ഈ ഒരു പോയിന്റിലാണ് തെറ്റുപറ്റുന്നത്. അതായത് ഈ 5 മിനിറ്റ് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ആവശ്യപ്പെട്ട പണം നിങ്ങളുടെ കയ്യിലെത്തി എന്ന് വേണം ചിന്തിക്കാൻ. ഇത് ചിന്തിക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും ചിന്തിക്കും, ഇതെങ്ങനെ എത്തും, ഹൗ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചിന്തിക്കും. ഇതെത്താൻ ചാൻസ് ഇല്ല തുടങ്ങിയ നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ നിങ്ങളിലേക്ക് വരും. ഇതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ പുറകോട്ടടിക്കുന്ന പോയിന്റ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 5 മിനിറ്റിൽ ഒരിക്കൽ പോലും ഒരു നെഗറ്റീവ് തോട്ടും നിങ്ങളുടെ ഉള്ളിലേക്ക് വരാൻ അനുവദിക്കരുത്. ആദ്യമൊക്കെ ഒരു പക്ഷേ പ്രയാസമായിരിക്കും, എന്നാൽ തുടർച്ചയായിട്ടുള്ള പ്രാക്ടീസ് മൂലം നിങ്ങൾക്ക് അതിന് സാധിക്കും. അങ്ങനെ സാധിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മാനിഫെസ്റ്റേഷൻ പൂർണ്ണമാവുകയുള്ളൂ. അതിനായി നമുക്ക് എഴുതിയ ശേഷം ഈ 5 മിനിറ്റ് ഞാൻ ആഗ്രഹിച്ച പണം എൻ്റെ കയ്യിൽ കിട്ടി എന്ന രീതിയിൽ വേണം ചിന്തിക്കാൻ. ഹൗ എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. യൂണിവേഴ്സിനില്ലാത്ത പവർ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് നടത്തിത്തരും. അപ്പം നിങ്ങൾ അതിനെ പുറകോട്ടടിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. നെഗറ്റീവായോ ഒരു ചിന്തകൾ പോലും ഈ 5 മിനിറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ആദ്യത്തെ ദിവസം ബുദ്ധിമുട്ടായിരിക്കാം, എന്നാൽ രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസവും കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ ഇത് വളരെ എളുപ്പമായി നിങ്ങൾക്ക് തോന്നും. അങ്ങനെ 5 മിനിറ്റ് ഞാൻ ആഗ്രഹിച്ച പണം എൻ്റെ കയ്യിൽ കിട്ടി എന്ന രീതിയിൽ ഇരുന്ന ശേഷം കുറച്ച് സമയത്തിന് ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതിയാകും. അതിനുശേഷം നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയാം. ഇത്രയും എനിക്ക് തന്നതിന് യൂണിവേഴ്സിന് നന്ദിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ വളരെയധികം താങ്ക്ഫുൾ ആണ് എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പറഞ്ഞുകൊണ്ട് ഈ വയണയില നമുക്ക് കത്തിക്കാം. ഒരു മെഴുകുതിരിയിൽ കത്തിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഒരു ചെറിയ ചട്ടി വിളക്കിൽ കത്തിച്ചാലും മതി. കത്തിച്ച ശേഷം ആ ചാരം നമുക്ക് പറത്തി വിടാവുന്നതാണ്. അതായത് യൂണിവേഴ്സിലേക്ക് നാം നമ്മുടെ ആഗ്രഹങ്ങൾ കൊടുത്തു. ഇനി ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. യൂണിവേഴ്സ് അതിൻ്റെ കാര്യം നോക്കിക്കോളും. എന്നാൽ ഈ 5 മിനിറ്റിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ യൂണിവേഴ്സ് നിങ്ങളുമായി അലൈൻ ചെയ്യാനുള്ള സാധ്യത കുറയും. അതുകൊണ്ട് തന്നെ ആ 5 മിനിറ്റാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.